ലോക്ക്ഡൗണിൻ്റെ കാലത്ത് ഗവൺമെൻറ് നമുക്ക് തന്നേക്കുന്ന ഗോതമ്പ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കാനായി ചങ്ങാഴിയിൽ 2 ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഗോതമ്പ് പാറ്റണം. ഇനി നമുക്ക് ഈ ഗോതമ്പ് ഒല്ലിലിട്ട് ഇടിക്കണം. ഇത് ഒരലിലിടിച്ച് ഉമ്മിക്കളഞ്ഞ ഗോതമ്പാണ്. ഇതാണ് കഞ്ഞി വയ്ക്കാൻ ഏറ്റവും നല്ലത്. ഇത് ഉമ്മി പാറ്റിക്കളയാണ്. ഉമ്മിക്കളഞ്ഞ ഗോതമ്പ് നമ്മൾ അരകല്ലിൽ വെച്ച് ചതയ്ക്കുന്നു. കഞ്ഞി ഉണ്ടാക്കാൻ 1 കപ്പ് ചെറുപയറും കൂടെ നമ്മളെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഈ ഗോതമ്പ് നല്ലപോലെ കഴുകി ഇട്ട് വേണം കുക്കറിലിട്ട് 2 വിസിലടിപ്പിക്കണം. ഇനി ഞാൻ ഈ ഗോതമ്പ് കുക്കറിലിട്ട് 2 വിസിലിക്കാൻ പോവുകയാണ്. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഉപ്പും ചേർത്ത് 2 വിസിലടുപ്പിക്കുക. കുക്കറിൽ വെച്ച് 2 വിസിൽ വന്നു, പക്ഷെ ഗോതമ്പ് അത്ര വെന്തിട്ടില്ല. അപ്പം നമ്മൾ ഇച്ചിരി കൂടെ വേവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കുകയാണ്. ഇനി ഈ ഗോതമ്പിൻ്റെ കൂടെ ചെറുപയറും കൂടെ ഇടുകയാണ്. രണ്ടും കൂടെ നല്ലപോലെ വേവണം. നമുക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വേവിക്കാൻ വയ്ക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാവുന്നതാണ്. ഇനി അടുത്തതായി നമ്മളൊരു നുള്ളു ഉലുവ, 2 വെളുത്തുള്ളി, ചുവന്നുള്ളി, 2 ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില കേട്ടോ. പിന്നെ ഇനി ഏറ്റവും നല്ലത് സ്പെഷ്യൽ തേങ്ങ. ഇനി ഇതിൽ തേങ്ങയിൽ കിടന്ന് വേണം ഈ കഞ്ഞി കുറച്ച് നേരം 10 മിനിറ്റ് വേവാൻ വയ്ക്കാം. ഈ ഗോതമ്പ് നമുക്ക് വെന്തോ നോക്കാം. ഗോതമ്പ് വെന്തിട്ടുണ്ട്. നമുക്കതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഗോതമ്പിൽ ഉപ്പും ഗോതമ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട്. പയറിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം നല്ലപോലെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. നമ്മളിനി ഉള്ളിച്ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഉള്ളിയും പച്ചമുളകും എടുത്തേക്ക് നമ്മൾ കനലിലിട്ടിട്ട് എന്ത് ചെയ്യണം, ഇതെടുക്കുക. നമ്മൾ കനലിൽ 2 മിനിറ്റ് വെച്ചിട്ട് ചൂടാക്കിയ വറ്റൽമുളകും ഉള്ളിയുമാണ്. ഇനി ഇത് നമുക്ക് തൊലിയൊക്കെ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് പൊളിച്ചെടുക്കാം. ഇനി നമുക്ക് ചാറിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് എന്ത് ചെയ്യണം, ഉള്ളി, ഒരു തുണ്ട് പുളി, പിന്നെ നമ്മൾ ഉണക്കി വെച്ചത് ഇത്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു തുണ്ട് വെളിച്ചെണ്ണ. ഇതെല്ലാം ചേർത്ത് അരച്ചെടുക്കുക നല്ലപോലെ. അപ്പോൾ നമ്മുടെ ഉള്ളിച്ചമ്മന്തി റെഡിയാണ്. അപ്പോൾ ഞാൻ മിക്സിയിൽ അടിച്ചിട്ടുണ്ട്, നല്ലപോലെ അടിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഇച്ചിരി വെള്ളവും ചേർത്ത് അടിച്ചിട്ടുണ്ട്. നല്ല ചുട്ടരച്ച ഉള്ളി ചുട്ടരച്ച ചമ്മന്തി റെഡി ആയിട്ടുണ്ട്.